Radio Library. Radio Library with RJ Radish. പുതിയൊരു കണ്ണാടി വേണം. കാഴ്ചകൾക്കപ്പുറം കണ്ടെടുക്കുന്ന ഒരു കണ്ണാടി. കൺകോണിലെ നോവും ഇടനെഞ്ചിലെരിയുന്ന കനലും ചുണ്ടിലൊതുങ്ങുന്ന വിതുമ്പലും ഞാൻ അറിയാതെ പോയ ചുളിവും നിറം മാറിയ മുടിയിഴയും കരളിലെരിയുന്ന പ്രണയവും കാണുന്ന കണ്ണാടി നമുക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ടതാണ്. ഈ കണ്ണാടിക്ക് ഒരുപാട് കഥകൾ പറയാറുണ്ടായിരിക്കും. എല്ലാം കാണുന്ന കണ്ണാടിയെക്കുറിച്ച് പറയുന്ന ഒരു കവിത. നമസ്കാരം, റേഡിയോ മലയാളം 98.6 ഇത് റേഡിയോ ലൈബ്രറി. നിങ്ങളുടെ കൂടെ ഞാൻ രതീഷ്. കണ്ണാടി എന്ന കവിതയിലെ 4 വരികൾ ഞാനിപ്പോൾ ചൊല്ലി. പരദേശിയുടെ മേൽവിലാസം എന്ന കവിതാ സമാഹാരത്തിലെ കവിതയാണ്. ഷംന ആസ്മിയുടെ 42ഓളം കവിതകൾ നമുക്ക് നേരെ പിടിക്കുന്ന ഒരു കണ്ണാടി എന്ന് പറയാം. ഇന്ന് ഈ കവിതകൾ പരിചയപ്പെടുത്താനായിട്ട് നമ്മളുടെ കൂടെ എത്തിയിരിക്കുന്നത് ബിർള പബ്ലിക് സ്കൂളിലെ മലയാളം അധ്യാപകനായിട്ടുള്ള ഋഷി പനശിക്കലാണ്. സ്വാഗതം റേഡിയോ ലൈബ്രറിയിലേക്ക്. നമസ്കാരം രതീഷ്. സുഹൃത്തു കൂടിയായിട്ടുള്ള ഷംന ആസ്മി ഇപ്പോൾ നിരവധി തവണ നമ്മളുടെ കൂടെ റേഡിയോ ലൈബ്രറിയിൽ എത്തിയിട്ടുണ്ട്. ഇപ്പൊ നിരവധി പുസ്തകങ്ങളൊക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. റേഡിയോ ലൈബ്രറിയുടെ സ്ഥിരം അവതാരകയുള്ള ഒരാളായിട്ടുള്ള ഷംന ആസ്മിയുടെ ഒരു പുസ്തകം പരിചയപ്പെടുത്തുന്നു എന്ന് പറയുന്നത് തന്നെ എന്നെ സംബന്ധിച്ച് എനിക്ക് അഭിമാനവും ഒപ്പം തന്നെ സന്തോഷകരവുമായിട്ടുള്ള ഒരു മുഹൂർത്തമാണ്. എനിക്കൊന്നും ഒരു കവിതാ സമാഹാരത്തെ നമ്മൾ റേഡിയോ ലൈബ്രറിയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് ആദ്യമായിട്ടാണ്. ഒരു നോവല് അല്ലെങ്കിൽ ചെറുകഥയൊക്കെ പോലെ ആകുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു തുടർച്ച ഇങ്ങനെ കൃത്യമായിട്ട് പറഞ്ഞു പോകാൻ കഴിയും. പക്ഷേ ഇവിടെ കവിതകളായി കഴിയുമ്പോൾ ഓരോ കവിതയും വേറിട്ട് നിൽക്കുന്നതായിരിക്കും. ഓരോ കവിതയും എഴുതപ്പെടുന്ന സാഹചര്യങ്ങൾ വ്യത്യസ്തമായിരിക്കും. ഷംനാസ്മിയെ സംബന്ധിച്ചിടത്തോളം ഷംനാസ്മിയുടെ കവിതകളുടെ ഒരു പ്രത്യേകതയായിട്ട് ഞാൻ വായിച്ചെടുക്കുന്നത് സമൂഹത്തെ കൃത്യമായി കാണുന്ന, തൻ്റെ കണ്ണിലൂടെ നോക്കിക്കാണുന്നതോടൊപ്പം തന്നെ സമൂഹത്തിലെ മറ്റു മനുഷ്യരുടെ കാഴ്ചകളിലൂടെയും സമൂഹത്തെ കണ്ടെടുക്കുന്ന ഒരു എഴുത്തുകാരിയാണ് ഷംനാസ്മി. കവിതകളിൽ ആത്മകഥാംശമുള്ള ഒരുപാട് കവിതകളുണ്ട്. ഒപ്പം തന്നെ സാമൂഹിക പ്രസക്തമായിട്ടുള്ള കവിതകളുണ്ട്, പ്രകൃതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കവിതകളുണ്ട്, പ്രണയവുമായി ബന്ധപ്പെട്ട കവിതകളുണ്ട്. 42 കവിതകൾ എന്ന് പറയുന്നത് നമ്മുടെ 42 ദേശങ്ങളിലേക്ക് സഞ്ചരിപ്പിക്കുന്ന, 42 ദേശങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന കവിതകളാണ്. അതാണ് പരദേശിയുടെ മേൽവിലാസം. പൂക്കാരി എന്ന് പറയുന്ന കവിതയിൽ തുടങ്ങി വിഡ്ഢികളുടെ രാജ്യത്ത് എന്ന് പറയുന്ന കവിതയിൽ അവസാനിക്കുന്ന 42 കവിതകളുടെ സമാഹാരമാണ് ഷംനാസ്മിയുടെ പരദേശിയുടെ മേൽവിലാസം എന്ന് പറയുന്ന ഈ കവിതാ സമാഹാരം. ഋഷിമാഷിന്റെ ഭാവനയിലൂടെ ആദ്യം പരിചയപ്പെടുത്താൻ പോകുന്ന കവിത. ആദ്യം പരദേശിയുടെ മേൽവിലാസം എന്ന് പറയുന്ന കവിത വായിച്ചു പോകുമ്പോൾ നമുക്ക് തോന്നുന്നത് നമ്മളെല്ലാം പരദേശികളാണ്. ദേശത്ത് താമസിക്കുന്നവരാണെങ്കിലും വിദേശത്ത് താമസിക്കുന്നവരാണെങ്കിലും നമ്മളെല്ലാം പരദേശികളാണ്. ഓഷോയുടെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ചൊല്ലുണ്ട്, നമ്മളെല്ലാം ഈ ഭൂമിയിൽ കുറച്ചു കാലത്തേക്ക് വന്ന് താമസിച്ച് തിരിച്ചു പോകാൻ വേണ്ടി വരുന്നവർ മാത്രമാണ്. നമ്മളെല്ലാം പരദേശികളാണ്, കേവലം സന്ദർശകർ മാത്രമാണ്. പരദേശിയുടെ മേൽവിലാസം എന്ന് പറയുന്ന കവിത ആരംഭിക്കുന്നത് പരദേശിയായിരുന്നു ദേശങ്ങളിൽ നിന്നും ദേശങ്ങളിലേക്ക്, മണ്ണിൽ നിന്നും മണ്ണിലേക്ക്, സംസ്കാരങ്ങളും വൈവിധ്യങ്ങളും ഒട്ടും ഊറ്റം കൊള്ളാത്ത പേരിന് ഒരു തരി മണ്ണ് പോലുമില്ലാത്തവന്റെ പലായനത്തിന്റെ മേൽവിലാസം. ഇവിടെ നമുക്കറിയാം, ഒരു തരി മണ്ണ് പോലുമില്ലാത്തവന്റെ പലായനത്തിന്റെ മേൽവിലാസം എന്ന് പറയുന്നിടത്ത് മനുഷ്യനെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ കോടാനുകോടി മനുഷ്യരുടെ ഈ സ്വപ്നമാണ് മരിച്ചു കഴിയുമ്പോൾ 6 അടി മണ്ണിലെങ്കിലും അടക്കപ്പെടുക എന്നുള്ളത്. നമ്മുടെയൊക്കെ കാലങ്ങളായി നമ്മൾ കേട്ടിട്ടുള്ള ഒന്നാണ്, 6 അടി മണ്ണിന്റെ അവകാശിയാണ് മനുഷ്യൻ എന്നുള്ളത്. പക്ഷെ ആ ഒരു സങ്കല്പത്തെ പൊളിച്ചെഴുതുന്നുണ്ട് പരദേശിയുടെ മേൽവിലാസം എന്ന് പറയുന്ന കവിതയുടെ ആ ഒരു ഭാഗത്ത് ഷംനാസ്മി. ഇവിടെ ചില നേരങ്ങളിൽ നമ്മുടെ ഈ ശരീരം മീനുകൾക്ക് ഭക്ഷണമാവാം, മറ്റു നേരങ്ങളിൽ കാട്ടുതീനാളങ്ങൾക്ക് കീഴ്പ്പെടാം, ചെന്നായ്ക്കൂട്ടങ്ങളിൽ അകപ്പെടാം, അസ്ഥികൾ ഒഴുക്കാൻ ഏതെങ്കിലും ഒരു ഒഴുക്ക്, ചെന്നു ചേരാനൊരു കടലും, അതുമതി. ആ നീരൊഴുക്കിൽ ഭൂമിയുള്ളവനും ഇല്ലാത്തവനും ഒരേ നിസ്സംഗതയാണ്. നമ്മൾ എത്രമാത്രം സമ്പാദിച്ചാലും, നമ്മൾ എന്തെല്ലാം നേടിയാലും നമുക്കൊരു 6 അടി മണ്ണിന്റെ പോലും ആവശ്യമില്ല. അത്രമാത്രം നിസ്വനാണ്, അത്രമാത്രം ചെറുതാണ് മനുഷ്യൻ എന്ന് പറയുന്ന ആ ഒരു സാമൂഹിക തത്വത്തെ, ലോക തത്വത്തെ ഒരു കവിതയുടെ വളരെ ചുരുങ്ങിയ വരികളിലൂടെ ഷംനാസ്മി നമ്മളിലേക്ക് എത്തിക്കുകയാണ് പരദേശിയുടെ മേൽവിലാസം എന്ന് പറയുന്ന ഈ കവിതയിൽ ചെയ്യുന്നത്. പരദേശി എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം നമുക്കറിയാം, മറ്റൊരു ദേശത്ത് താമസിക്കുന്ന ആളെ എന്ന അർത്ഥത്തിലാണ്. പരിചയം എന്ന വാക്കിനെ കുറച്ചുകൂടി ഇതുണ്ട്. പരിചയം എന്ന വാക്കിനെ നമുക്കറിയാം, ഒരാളെ പരിചയപ്പെടുത്തുമ്പോഴാണ്. പക്ഷെ ഇവിടെ പരദേശി എന്ന വാക്കിനർത്ഥം മറ്റൊരു ദേശത്ത് താമസിക്കുന്ന ആളെ എന്നാണ്. പരിചയം എന്ന വാക്കിന്റെ അർത്ഥം നമുക്ക് എപ്പോഴും, ഞാൻ ഒരാളെ പരിചയപ്പെടുത്താം, അല്ലെങ്കിൽ ഒരു പുസ്തകം പരിചയപ്പെടുന്നു, ഒരു ദേശത്തെ പരിചയപ്പെടുന്നു എന്നൊക്കെ പറയുന്നത് നമുക്ക് കൃത്യമായി ഒരാളിലൂടെ അല്ലെങ്കിൽ ഒരു ദേശത്തിലൂടെ മാത്രം നമ്മളിലേക്ക് വരുന്ന ഒന്നാണ് പരിചയം എന്ന് പറയുന്നത്. കൃത്യമായി ഒരാൾക്ക് പറഞ്ഞുകൊടുത്ത് പരിചയപ്പെടുത്താൻ കഴിയില്ല ഒന്നിനെയും. നമ്മൾ ഒരാളുമായി കൂടുതൽ എത്രമാത്രം സമ്പർക്കം ഉണ്ടാകുന്നു അങ്ങനെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അപ്പോൾ പരദേശിയുടെ മേൽവിലാസം എന്ന് പറയുന്ന കവിതാ സമാഹാരത്തെ പരിചയപ്പെടുത്തുക എന്നതിനപ്പുറത്ത് ഈ പുസ്തകത്തിലേക്ക് മെല്ലെ
മെല്ലെ ഒന്ന് കടക്കാൻ മാത്രമേ ഞാൻ ശ്രമിക്കുന്നുള്ളൂ. കാരണം 42 കവിതകളിലൂടെയും കടന്നു പോവുക എന്ന് പറയുന്നത് അസാധ്യമായിട്ടുള്ള കാര്യമാണ്. എനിക്ക് ഈ കവിതയിലെ എല്ലാ കവിതകളും ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ ചില കവിതകളെ എല്ലാ കവിതകളും വായിച്ചു പോകാനും കഴിയില്ല. ഇതിനകത്ത് കവിത്വം എന്ന് പറയുന്ന ഒരു കവിതയുണ്ട്. നമുക്കറിയാം, കവി അല്ലെങ്കിൽ കലാകാരൻ, എഴുത്തുകാരൻ എന്നൊക്കെ പറയുന്ന ഒരാളുടെ സാമൂഹിക പ്രതിബദ്ധത എത്രമാത്രമാണ് എന്ന്. കവിത്വം എന്ന് പറയുന്ന കവിതയിൽ ഷംനാ ആസ്മി പറയുന്നുണ്ട്, ഞാനിന്ന് മൂകയാണ്, മൗനമെന്ന് വിവക്ഷിക്കാം. എന്റെ കവിതയിൽ തീയില്ല, കാറ്റില്ല, മഴയില്ല, പുഴ പോലും ഇല്ലെന്ന്. അലിവിന്റെ ഇത്തിരി നനവാൽ, വിശപ്പിനാൽ മൗനത്തിൽ ഒതുങ്ങിയ സഹചര്യത്തിലേക്ക് എത്താത്തിടത്തോളം ഞാനൊരു കവയത്രിയല്ല. സഹജർ എന്ന വാക്കാണ് കവയത്രിയോട് ഉപയോഗിച്ചിരിക്കുന്നത്, എഴുത്തുകാരിയോട് ഉപയോഗിച്ചിരിക്കുന്നത്. സഹജർ എന്ന് പറഞ്ഞാൽ കൂടെ പിറന്നവരെന്നാണ് അർത്ഥം, കൂടെ ജനിച്ചവരെന്നാണ് അർത്ഥം. ഇവിടെ നമ്മുടെ കൂടെ ജനിച്ച ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും നമ്മളിലേക്ക് ചേർത്ത് നിർത്താത്തിടത്തോളം കാലം ഒരു കവിയും കവിയായി മാറുന്നില്ല, ഒരു എഴുത്തുകാരനും എഴുത്തുകാരനായി മാറുന്നില്ല. കലാകാരന്റെ ആദ്യത്തെയും അവസാനത്തെയും ലക്ഷ്യമെന്ന് പറയുന്നത് ഈ സമൂഹത്തിന്റെ, ഈ ലോകത്തിലെ മുഴുവൻ ജനങ്ങളെയും സഹജരായി പരിഗണിക്കുക എന്നുള്ളതാണ്. നമ്മളെപ്പോലെ തന്നെ മറ്റുള്ള ആളുകളെയും പരിഗണിക്കാൻ കഴിയുക. അപ്പൊ നമ്മൾ സാധാരണ ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നൊക്കെ പറയാറുണ്ട്. ലോകത്തിലെ സമസ്ത ജനാചരങ്ങളെയും ഒരുപോലെ കാണേണ്ടി വരുന്ന ഒരു കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാടിലൂടെ ലോകത്തെവിടെയുള്ള ആളാണെങ്കിലും, അത് ആഫ്രിക്കയിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും ലോകത്തെല്ലായിടത്തുമുള്ള മനുഷ്യരെ ഒന്നു ചേർത്ത് കാണാൻ കഴിയുന്ന ആ കാഴ്ചയില്ല എങ്കിൽ കവയിത്രി പറയുന്നു, ഞാനിന്ന് ബധിരയാണ്, നിശബ്ദമെന്ന് തോന്നാം. എന്റെ കവിതയിൽ ഇന്ന് വിപ്ലവമില്ല, ഇൻകുലാബ് വിളികളില്ല, നവോത്ഥാനം തെല്ലുമില്ല. പീഡിതരായൊരുവൾക്ക് നീതി തേടുന്നവരിൽ ഞാനില്ല. എന്നാൽ ഞാനൊരു കവയത്രിയല്ല, പെണ്ണല്ല, ഒരു പുൽക്കൊടി പോലുമല്ല. കരയുന്ന ഒരാളുടെ കണ്ണുനീര് കാണാൻ കഴിയുന്നില്ല എങ്കിൽ, വിശക്കുന്ന ഒരാളുടെ വിശപ്പ് കാണാൻ കഴിയുന്നില്ല എങ്കിൽ, അപരന്റെ രോദനം കേൾക്കാൻ കഴിയാത്ത ഒരാളും മനുഷ്യരല്ല എന്ന കവിവാക്യം പോലെ തന്നെയാണ് ഷംന പറയുന്നത്. മറ്റൊരു പെണ്ണിന്റെ കരച്ചിലെനിക്ക് കേൾക്കാൻ കഴിയാത്ത കാലത്തോ ഞാൻ ഒരിക്കലും ഒരു പെണ്ണുപോലുമല്ല എന്ന് തുറന്നു പറയുകയാണ് കവയത്രി കവിത്വം എന്ന് പറയുന്ന കവിതയിലൂടെ ചെയ്യുന്നത്. കവിത്വത്തിന്റെ അവസാനത്തെ ഭാഗത്ത് ഞാൻ പറഞ്ഞു, ഒരു പെണ്ണുപോലുമല്ല എന്ന് പറഞ്ഞു. അവിടെ നിന്ന് കവയത്രി അടുത്ത മറ്റൊരു കവിതയിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ നിയോഗം എന്ന് പറയുന്ന ഒരു കവിതയുണ്ട്. പലപ്പോഴും ഇന്ത്യൻ സമൂഹം അല്ലെങ്കിൽ പൊതുസമൂഹത്തിന്റെ ഒരു ധാരണ എന്ന് പറയുന്നത്, നമ്മളെപ്പോഴും എത്രമാത്രം പുരോഗമിച്ചു എന്ന് പറഞ്ഞാലും ജയമോഹന്റെ 100 സിംഹാസനങ്ങളിൽ പറയുന്നത് പോലെ നമ്മളിലേക്ക് എത്തുന്നത് വരെ നമ്മുടെ പുരോഗമനമുള്ളൂ. നമ്മുടെ കുടുംബത്തിനകത്തേക്ക്, നമ്മുടെ വീടിനകത്തേക്ക് എത്തുന്നത് വരെ നമ്മുടെ പുരോഗമനമുള്ളൂ. അതിന് പുറത്തെന്താണ്, നമ്മൾ വളരെ പുരോഗമന ചിന്താഗതിയും ഇതെല്ലാം പറയുമെങ്കിലും, സ്ത്രീ സമത്വം ഒക്കെ പറയും. പക്ഷെ ഓരോരുത്തരും അവനവനിലേക്ക് എത്തുമ്പോൾ നമ്മൾ ഈ പുരോഗമനം എല്ലാം മാറ്റിവെക്കുകയാണ്. അവിടെയാണ് ഒരു സ്ത്രീ എന്ന രീതിയിൽ, നമ്മളിപ്പോൾ ആധുനിക കാലത്തിരുന്നു കൊണ്ട്, ഒരു 2025 ഇരുന്നിട്ട് ഈ സത്യാനന്തര കാലത്തിരുന്നു കൊണ്ട് പെണ്ണെഴുത്ത്, ഫെമിനിസം എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ അർത്ഥങ്ങൾക്കൊക്കെ ഒരുപാട് മാറ്റമുണ്ട്. അതുകൊണ്ട് തന്നെ ഷംനയുടെ കവിതകൾ നമ്മൾ അത്തരത്തിൽ കാണേണ്ടതേയില്ല. ഇവിടെ പറയുന്നു, പെണ്ണിനെ കുരുക്കിയിടാൻ പോകുന്ന എന്തോരം തത്വങ്ങളാണ്. വേദനകൾ സഹിക്കേണ്ടവളാണെന്ന്, മറക്കേണ്ടവളാണെന്ന്, പൊറുക്കേണ്ടവളാണെന്ന്, അങ്ങനെ പലതും എന്തോരം പാഠങ്ങളിലേക്കാണ് അവർ പാകപ്പെടുന്നത്. ഇവിടെ ഓർമ്മിക്കപ്പെടേണ്ട ഒന്ന് എന്ന് പറയുന്നത്, ഇത് പെണ്ണിന് മാത്രം ബാധകമായ കാര്യമാണ്. പെണ്ണാണെങ്കിൽ മാത്രമാണ് അവൾ ഇത് സഹിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടതുള്ളൂ. മറുവശത്ത് പുരുഷനാണെങ്കിൽ ഈ പ്രശ്നം വരുന്നില്ല. നീ പെണ്ണാണ് എന്ന് ആ കവിത അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: ഒന്നിച്ചു പറക്കാനാവാതെ നങ്കൂരമിട്ടത്, വീട്ടിലേക്കുള്ള ബസ്സിനെ പലവട്ടം പിന്തുടർന്നത്, തിരിച്ചു നടക്കാനായെങ്കിലെന്ന് കൊതിച്ചത്, മരണത്തിനു മുമ്പേ പലകുറി മരിച്ചത്, ഇതിലേതിനെയാവണം ഒരു പെണ്ണ് മറക്കാൻ ശീലിക്കേണ്ടത്? എത്രയേറെ കള്ളികളിലേക്കാണ് അവൾ പാകപ്പെടേണ്ടത്. നമ്മൾ സാധാരണ സ്ത്രീയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അവൾ അമ്മയാണ്, കാമുകിയാണ്, മകളാണ്, സഹോദരിയാണ് എന്നൊക്കെ ഒരുപാട് കള്ളികൾ ഒതുക്കുന്നുണ്ട്. പക്ഷേ ഈ കള്ളികളെല്ലാം ആര് വരയ്ക്കുന്നതാണ്? കൃത്യമായ അതിർവരമ്പുകൾ വരച്ചുകൊണ്ട് നമ്മൾ പറയുകയാണ്, അമ്മയാണെങ്കിൽ ഇത്ര വരെ, സഹോദരിയാണെങ്കിൽ ഇത്ര വരെ, മകളാണെങ്കിൽ ഇത്ര വരെ, കാമുകിയാണെങ്കിൽ ഇത്ര വരെ. കൃത്യമായി കോളങ്ങൾ വരച്ച ആ കള്ളികളിലേക്ക് അവരെ പാകപ്പെടുത്തുകയാണ്. ആകാശത്തോളം ഉയർന്നു പറക്കാൻ കഴിയുന്ന സ്ത്രീയെ സൃഷ്ടിക്കുന്ന ഒരു സമൂഹമായിട്ട് നമ്മൾ എന്നാകും മാറ്റപ്പെടുക, എന്നായിരിക്കും നമ്മൾ അങ്ങനെയൊന്ന് മാറുക എന്നാണ് കവയിത്രി ഇതിനകത്ത് ആകുലപ്പെടുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞു, പരദേശിയുടെ മേൽവിലാസത്തിൽ 42 കവിതകളാണ് ഉള്ളത്. ആ 42 കവിതകളിൽ 12 കവിതകൾ ആരംഭിക്കുന്നത് ഞാൻ അല്ലെങ്കിൽ നീ എന്ന് പറയുന്ന വാക്കുകളിലാണ്. അതായത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്, ചില ആളുകളെ ചില വാക്കുകൾ വല്ലാതെ സ്വാധീനിക്കാറുണ്ട്. ഇപ്പോൾ ONVയെ സംബന്ധിച്ച് ONVക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്ക് വെറുതെ എന്ന് പറയുന്നതാണ്. നമ്മൾ പലപ്പോഴും ONVയുടെ കവിതകൾ എടുത്താലും പാട്ടുകൾ എടുത്താലും അതിനൊക്കെ വെറുതെ എന്ന് പറയുന്ന വാക്കുണ്ടാവും. ONVയുടെ കവിതാ സമാഹാരത്തിന്റെ പേര് തന്നെ വെറുതെ എന്നാണ്. ഒടുവിൽ ഈ വാഴ്വിന്റെ ബാക്കിപത്രം ഒരു വാക്കിൽ ഞാൻ കുറിക്കാം വെറുതെ എന്ന് ONV എഴുതുന്നുണ്ട്. അതുപോലെ ഷംന ആസ്മിയുടെ കവിതകളുടെ അല്ലെങ്കിൽ എഴുതുമ്പോൾ ഷംനയുടെ കവിതകളുടെ ഏറ്റവും കൂടുതൽ ആവർത്തിച്ചു വരുന്ന ഒരു വാക്ക് എന്ന് പറയുന്നത് ഞാൻ അല്ലെങ്കിൽ നീ എന്നുള്ളതാണ്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ആത്മകഥാംശം ഇങ്ങനെ കടന്നു വരുന്നത് കൊണ്ടായിരിക്കാം അതിലൊരു കവിത അവളും അയാളും ചിലരും പിന്നെ അവരും. സാധാരണ കവിതകൾക്ക് നമ്മൾ പേരിടുക ഒരു ചെറിയ പേരൊക്കെ ആയിരിക്കും. പക്ഷെ ഇവിടെ കൃത്യമായി 4 കാര്യങ്ങൾ പറയുന്നു: അവൾ, അയാൾ, ചിലർ, അവർ. എന്നിട്ട് ഓരോന്നിനെയും കവയത്രി നിർവചിക്കുന്നുണ്ട്. ആ നിർവചനം പലപ്പോഴും നമ്മൾ
വായിച്ചു പോയി കഴിയുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ ചിലയിടങ്ങളിൽ നിശബ്ദരായി പോകും. ഒരു നൂലിൻ്റെ അവകാശവാദത്തിൽ ഭരിക്കപ്പെട്ടുകൊണ്ടിരിക്കെ 14-ാം അധ്യായത്തിൽ കഥയില്ലാതായവൾ, ഇമ്മിണി വലിയ നൂലിൽ അഭയം തേടി നക്ഷത്രമാവാൻ കൊതിച്ചവൾ. അത് വായിച്ചു പോകുമ്പോൾ അറിയാതെ നമ്മുടെ മനസ്സിലേക്ക് ആത്മഹത്യയ്ക്കും കൊലയ്ക്കും ഇടയിലൂടെ അർത്ഥനാദം പോലെ പായുന്ന ജീവിതം എന്ന ചുള്ളിക്കാടിൻ്റെ വരികൾ ഓർമ്മ വരും. ഒരു ചെറിയ നൂലിൽ നിന്ന് വലിയൊരു കയറിലേക്ക് സ്വന്തം ജീവിതത്തെ മാറ്റാൻ ശ്രമിക്കുന്ന മനുഷ്യൻ്റെ ആ വെമ്പല്. പക്ഷേ അതിന് തൊട്ടടുത്ത് തന്നെ എഴുതുന്നു, ഭരിച്ചു കൊതിയടങ്ങാതെ മറ്റൊരു നൂല് പണിയിച്ചയാൾ. ഒരു താലിച്ചരടിൽ നിന്ന് ഒന്ന് പൊട്ടുമ്പോൾ സ്ത്രീയെ സംബന്ധിച്ച് ഒരു വലിയ ചരട് തേടി പോവുകയാണ്, ആത്മഹത്യയിലേക്ക് പോകണമെന്ന് ആഗ്രഹം വരികയാണ്. പക്ഷെ പുരുഷനെ സംബന്ധിച്ച് പുതിയൊരു ചരട് വാങ്ങിക്കുകയാണ് അയാൾ ചെയ്യുന്നത്, മറ്റൊരു ഇരയെ കോർക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ചിലർ പരിണയ ചരിതം ആട്ടക്കഥ 1-ാം അധ്യായം കണ്ട് രസിച്ചവർ. ചുറ്റുപാടും നോക്കുമ്പോൾ സമൂഹം ഇതെല്ലാം വളരെ ആസ്വദിക്കുന്നവരാണ്. നമ്മുടെ സമൂഹത്തിലേക്ക് നോക്കിയാൽ സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും കുടുംബമാണെങ്കിലും കുട്ടികളാണെങ്കിലും ആർക്കെതിരെ ഉണ്ടാകുന്ന അക്രമങ്ങളെയും ആസ്വദിച്ചു കാണുന്ന ഒരു തലമുറയായി ആധുനിക തലമുറ മാറുന്നുണ്ട്. അതായത് ഈ ആട്ടക്കഥകളെല്ലാം ചുറ്റും നിന്ന് കാണുമ്പോൾ ഒന്ന് അരുത് എന്ന് പറയാൻ കഴിയാത്ത ഒരു സമൂഹമായി നമ്മുടെ സമൂഹം മാറുന്നുണ്ട്. പക്ഷെ ഇതിൻ്റെ എല്ലാം അവസാനം ഒറ്റപ്പെടലിൻ്റെ രസതന്ത്രം അനാഥത്വമാണെന്ന് മനസ്സിലാകുന്നത് കുട്ടികൾക്ക്, അല്ലെങ്കിൽ നമ്മുടെ വീടുകളിലെ ചെറിയ കുരുന്നുകൾക്ക് മാത്രമാണ്. ആധുനിക കാലത്ത് പ്രത്യേകിച്ച് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് കുട്ടികൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഒരു 15 വയസ്സിനോ 14 വയസ്സിനോ ഒക്കെ ഉള്ള കുട്ടികൾ എങ്ങനെയാണ് ഈ ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തുന്നത് എന്നതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാരണം തേടി നമ്മൾ പോകേണ്ടത് റോഡുകളിലേക്കോ സ്കൂളുകളിലേക്കോ ക്യാമ്പസുകളിലേക്കോ അല്ല, അവനവൻ്റെ വീടുകളിലെ ഉറക്കറകളിലേക്കും അടുക്കളകളിലേക്കുമാണ് നമ്മുടെ കുട്ടികളുടെ സ്വഭാവ വൈകൃതങ്ങളിൽ ആദ്യമായി നമ്മൾ കടന്നു ചെല്ലേണ്ടത് എന്ന കൃത്യമായ സാമൂഹിക സന്ദേശമാണ് ഷംന ആസ്മി അവരുടെ കവിതകളിലൂടെ നമുക്ക് നൽകുന്നത്. വ്യക്തിപരമായ കവിതകളോടൊപ്പം തന്നെ, അതായത് നമ്മളെ സ്പർശിക്കുന്ന, വ്യക്തിപരമെന്ന് ഞാൻ പറയുന്നത് എഴുത്തുകാരിയെ മാത്രമല്ല വായനക്കാരനെ കൂടി വ്യക്തിപരമായി സ്പർശിക്കുന്ന കവിതകൾക്കപ്പുറത്ത് സമൂഹത്തെ കൃത്യമായി സാമൂഹിക ഇടപെടലുകൾ നടത്തുന്ന കവിതകളും പരദേശിയുടെ മേൽവിലാസത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇതിനകത്ത് വിഡ്ഢികളുടെ രാജ്യം എന്ന് പറയുന്ന കവിത, രാജാവ് നഗ്നനല്ലെന്ന സത്യപ്രസ്താവന, മോടികൂട്ടിയ അന്തപുരങ്ങൾ, പഴയ നോട്ടുകൾ കൊണ്ടുപണിത ഖജനാവിന്റെ ചുവരുകൾ, തുറുങ്കിലടച്ച വിപ്ലവം, കഴിവേറിയ നീതിദേവത, ചങ്ങലക്കിട്ട സ്വാതന്ത്ര്യം, ജീവനോട് മറവ് ചെയ്ത രാജ്യസ്നേഹം, തുടിക്കുന്ന പച്ച ഞരമ്പുകൾ, അടിയറവ് പറഞ്ഞ വിശപ്പിന്റെ കണ്ണുകൾ, എന്തിനും തയ്യാറായി കൈകൂപ്പി നിൽക്കുന്ന ഗ്രാമത്തെരുവുകൾ, കൈകൾ വെട്ടിമാറ്റപ്പെട്ട കവിഹൃദയങ്ങൾ, വിറങ്ങലിച്ച സ്വരത്തിൽ റേഡിയോ നാടകത്തിൽ പഴയ ഇൻകുലാബ് വിളികൾ, നാടുകടത്തപ്പെട്ട തലച്ചോറുകൾ, ചിറകുടിഞ്ഞ പ്രതീക്ഷകൾ, ചിറകെട്ടിയ ചിന്താധാരകൾ. അവസാനത്തെ വരികൾ നമ്മൾ ആത്മാവ് കൊണ്ട് വായിക്കേണ്ടതാണ്. ചിറകുടിഞ്ഞ പ്രതീക്ഷകൾ, ചിറകെട്ടിയ ചിന്താധാരകൾ. ആധുനിക സമൂഹത്തിന്റെ, നമ്മുടെ ഭരണകൂടങ്ങളാവട്ടെ, ആധുനിക സമൂഹത്തെ നിയന്ത്രിക്കുന്ന എന്തുമാകട്ടെ, അതൊരു പക്ഷേ രാഷ്ട്രീയമാകാം, മതമാകാം, ഭരണകൂടങ്ങളാകാം, എന്തും മറ്റുള്ളവരെ നിയന്ത്രിക്കുന്നതിൽ ആഹ്ലാദം കണ്ടെത്തുകയും പുതിയ ചിന്താധാരകളെ, പുതിയ ആശയങ്ങളെ സമൂഹത്തിൽ പുതിയ തലമുറയിലേക്ക് പകർന്നു കൊടുക്കുന്നതിൽ ഭയപ്പെടുകയും ചെയ്യുന്നവരാണ്. നിങ്ങൾ ഇന്നലകളിൽ ജീവിച്ചാൽ മതി. ഇന്നലകളുടെ ആശയങ്ങളെ, ഇന്നലകളുടെ ചിന്താധാരകളെ, ഇന്നലകളിൽ ആരൊക്കെയോ പറഞ്ഞു വെച്ച ആ ആശയങ്ങളിൽ മാത്രം നിങ്ങൾ ജീവിച്ചാൽ മതി. ഈ കാലഘട്ടത്തിന് വേണ്ടി നിങ്ങൾ പുതിയതായി ഒരാശയവും കണ്ടെത്തേണ്ടതില്ല എന്ന ചിന്താഗതിയാണ് നമ്മുടെ സമൂഹത്തിനുള്ളത്. ഇന്നലകളിലേക്ക് പോകുക, 1000 വർഷമോ 2000 വർഷമോ 5000 വർഷമോ പിന്നിലേക്ക് നടത്താനാണ് ആധുനിക സമൂഹം ആധുനിക സമൂഹം എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മളെ നിയന്ത്രിക്കുന്നവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് വിഡ്ഢികളുടെ രാജ്യം എന്ന് പറയുന്ന കവിത പ്രസക്തമായി മാറുന്നത്. തെരുവിൽ കെടാതെ കത്തി നിൽക്കുന്ന പൂക്കളും പടരാനിരിക്കുന്ന മരവിച്ച വേരുകളും, ജീവിതത്തിന്റെ ഋതുഭേദങ്ങളോട് സന്ധിയാവാൻ സ്വയമൊരുങ്ങുന്ന പലായനങ്ങളും, ഏകാന്തതയുടെ മറ്റൊരു ഭൂഖണ്ഡത്തിൽ തിരകൾ മുറിഞ്ഞ കടലോരങ്ങളും, തോന്നലുകളുടെ അവസ്ഥാന്തരങ്ങളും, അനുഭൂതിയുടെ വിഹ്വലതകളും, ജലശില്പങ്ങളുടെ നിഴലുകളും, അനന്തത മാത്രം ബാക്കിയാകുന്ന അസമവാക്യങ്ങളും, കാവലാളില്ലാത്ത ഹൃദയ കുടീരങ്ങളുമെല്ലാം ഉൾച്ചേർന്ന കവിതകൾ. ഷംന ആസ്മിയുടെ വരികളിലൂടെ കടന്നുപോയപ്പോൾ ഉള്ളിലുടക്കിയ ചില നുറുങ്ങുകളാണിവ. ഞാൻ പറഞ്ഞതല്ല, പവിത്രൻ തീർക്കുനി ആമുഖക്കുറിപ്പിൽ എഴുതിയതാണ്. തീർച്ചയായും ഈ വരികളെ അന്വർത്ഥമാക്കുന്നതാണ് ഈ കവിതാ സമാഹാരത്തിലെ ഓരോ വരികളും. ഒപ്പം തന്നെ നമുക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഖത്തറിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരി വല്ലിയും ആ നദിയോട് പേര് ചോദിക്കരുതും ഏറ്റവും ഒടുവിൽ കിളിനോച്ചിയിലെ ശലഭങ്ങളും ഒക്കെ എഴുതിയ ഷീലേച്ചിയാണ് ഈ കവിതയ്ക്ക് പിൻകുറിപ്പ് തയ്യാറാക്കിയിരിക്കുന്നത്. പടിഞ്ഞാറൻ തീരങ്ങളിലെങ്ങോ ഒരു സെമിത്തേരി ഉണ്ടത്രേ, മെഴുകുതിരി എരിയുന്ന പുസ്തക കല്ലറകൾ. ഷംന ആ കല്ലറകൾ ഒന്നൊന്നായി തുറക്കുന്നു. നിനക്ക് പിടിതരാത്തൊരു ഞാൻ, അവളോട് കലഹിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു ഞാൻ, ആത്മാവ് പിണങ്ങിപ്പോയ ഒരുവളിൽ നിന്ന് ചെറു തൂവലായി പറന്നുയർന്ന കവിതകളാകുന്നു. കറുത്ത കണ്ണുകളുള്ള പൂച്ചയെപ്പോലെ വഴിയിൽ പതിയിരിക്കുന്നത് അയാളോ നമ്മളോ? ഒന്നു മാത്രം പറയാം, മഴത്തുള്ളി മണ്ണിന്റെ മണമായി മാറാനെടുക്കുന്ന നിമിഷ നേരം മതി നമുക്ക് ഈ കവിതകളിലേക്ക് പലായനം ചെയ്യാൻ, ഹൃദയാഘാതം വന്ന് മരിച്ച അഹന്തയുടെ ഭൂപടം പിന്നിലുപേക്ഷിക്കാൻ. രതീഷ് തുടക്കത്തിൽ തന്നെ പറഞ്ഞത് കണ്ണാടി എന്ന് പറയുന്ന കവിതയിലെ ആദ്യത്തെ ചില വരികൾ ചൊല്ലിക്കൊണ്ടാണ് രതീഷ് ലൈബ്രറി
ആരംഭിച്ചത്. മുരുകൻ കാട്ടാക്കടയുടെ വളരെ പ്രശസ്തമായ കവിതയുടെ പേര് കണ്ണട എന്നാണ്. കണ്ണടയും കണ്ണാടിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, കണ്ണട നമ്മൾ മറ്റുള്ളവരിലേക്ക് നോക്കാൻ ഉപയോഗിക്കുന്നതാണെങ്കിൽ കണ്ണാടി നമ്മൾ നമ്മളെ നോക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇവിടെ കണ്ണാടിയുടെ അവസാനത്തെ ചില വരികൾ, ആദ്യത്തെ വരികൾ രതീഷ് ചൊല്ലിയതാണ്, അവസാനത്തെ ചില വരികൾ വായിക്കാം. എന്നിലെ നോവിന്റെ വ്യതിയാനങ്ങൾ, പ്രണയത്തിന്റെ വേലിയേറ്റങ്ങൾ, തോന്നലുകളുടെ അവസ്ഥാന്തരങ്ങൾ, അനുഭൂതിയിലെ വിഹ്വലതകൾ, സ്വാഭിമാനത്തിന്റെ വേരുകൾ, കൊടിയ വിശ്വാസപർവ്വതങ്ങൾ, ആത്മാഹുതിയുടെ വെമ്പലുകൾ, മനോരാജ്യത്തിന്റെ ആഹ്ലാദ ഭൂമികൾ, ശൂന്യതയിലെ വരൾച്ചയുടെ പടവുകൾ, എല്ലാമെല്ലാം ദർശനയോഗ്യമായൊരു കണ്ണാടി. നമുക്ക് കണ്ണടകൾ മാത്രം പോരാ, നമ്മെ കാണുന്ന കണ്ണാടികൾ കൂടി വേണം. നമുക്കെല്ലാവർക്കും തിമിരമാണ്, അതുകൊണ്ട് കാണാൻ കഴിയുന്ന മങ്ങിയ കാഴ്ചകളൊക്കെ കണ്ടുമെടുത്തു, പുതിയ കണ്ണട വേണമെന്ന് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് മുരുകൻ കാട്ടാക്കട പറഞ്ഞു വെച്ചെടുത്തതെന്ന് ഷംനാസ്മി ഒന്ന് തിരുത്തി പറയുകയാണ്. കണ്ണടകൾ മാത്രം പോരാ, നമുക്ക് മറ്റുള്ളവരെ നോക്കിയാൽ മാത്രം പോരാ, അവനവനിലേക്ക് നോക്കാൻ കഴിയുന്ന, ആത്മബോധത്തെ തിരിച്ചറിയുന്ന, അവനവന്റെ രൂപം കണ്ടിട്ട് മറ്റുള്ളവർക്ക് നമ്മളെ മനസ്സിലാക്കി കൊടുക്കാൻ കഴിയുന്ന കണ്ണാടികളിലേക്ക് കൂടി നോക്കി മനുഷ്യൻ സ്വയം നവീകരിക്കപ്പെടേണ്ടതുണ്ട് എന്ന സന്ദേശം കൂടിയാണ് 42 കവിതകളുടെ സമാഹാരമായ പരദേശിയുടെ മേൽവിലാസത്തിലൂടെ ഷംനാസ്മി നമുക്കും സമൂഹത്തിന് നൽകുന്നത്. ഒരു കാരണവശാലും കവിതാ സമാഹാരം നിങ്ങൾ വാങ്ങി വായിക്കാതിരിക്കരുത്. മാക്ബത്ത് പബ്ലിക്കേഷൻസ് ആണ് കവിതാ സമാഹാരം പുറത്തിറക്കിയിരിക്കുന്നത്. ഷംനാസ്മിയുടെ പരദേശിയുടെ മേൽവിലാസം എന്ന കവിത വായിക്കാനുള്ള ഒരു ചെറിയ പ്രേരണയെങ്കിലും എന്റെ വാക്കുകൾ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ നന്ദി, നമസ്കാരം. തീർച്ചയായിട്ടും എന്തായാലും ഒരുപാട് നന്ദി ഋഷി പനച്ചിക്കൽ, സുഹൃത്തു കൂടിയായിട്ടുള്ള ഷംനാസ്മിയുടെ ഒരു കവിതാ സമാഹാരം നമ്മളെ പരിചയപ്പെടുത്തിയത്. ശരി, ഒരുപാട് നന്ദി രതീഷ്. ഒരുപാട് സന്തോഷമുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റേഡിയോ ലൈബ്രറിയിൽ വരാനും നിങ്ങളുമായിട്ട് ഇങ്ങനെ സംസാരിക്കാനും ശ്രോതാക്കളിലേക്ക് എത്താനും കഴിയുന്നതിനുള്ള ഒരു അവസരം റേഡിയോ ലൈബ്രറിയിലൂടെ ഉണ്ടാക്കി തരുന്നു എന്നതിന് ഞാൻ രതീഷിനാണ് നന്ദി പറയേണ്ടത്. ഒപ്പം റേഡിയോ മലയാളത്തിനുമാണ് നന്ദി പറയേണ്ടത്. ഒരുപാട് നന്ദി. അപ്പൊ ഷംനാസ്മിയുടെ പരദേശിയുടെ മേൽവിലാസം, ഇതിൽ 42 കവിതകളുണ്ട്. ഋഷിമാഷ ഈ കവിതകളെല്ലാം വായിച്ചു. അതിൽ നമുക്ക് കുറച്ചധികം കവിതകൾ മാത്രമാണ് ഒന്ന് പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കി തരുന്ന കുറേയധികം കാര്യങ്ങളുണ്ട്. ലാസ്റ്റ് പറഞ്ഞു നിർത്തിയ കണ്ണാടി പോലും നമ്മളെക്കുറിച്ച് നമ്മൾ തന്നെ കൂടുതൽ മനസ്സിലാക്കൂ എന്നുള്ള കാര്യം തന്നെയാണ് അതിലൂടെ പറഞ്ഞു തരുന്നത്. നമ്മളെ ചിന്തിപ്പിക്കുന്ന കുറേയധികം സന്ദേശങ്ങൾ നൽകുന്ന, കുറേയധികം മെസ്സേജുകൾ നൽകുന്ന ഒരു കവിതാ സമാഹാരം തന്നെയാണ് പരദേശിയുടെ മേൽവിലാസം. അപ്പോൾ എന്തായാലും നമ്മളെല്ലാവരും ഈ ഒരു കവിതാ സമാഹാരം വായിച്ചിരിക്കണം എന്നുള്ളത് തന്നെയാണ് റേഡിയോ ലൈബ്രറിക്കും ഓർമ്മപ്പെടുത്താനുള്ളത്. അക്കാര്യം പറഞ്ഞുകൊണ്ട് ഇപ്പോൾ തൽക്കാലം രതീഷും ബബായ് പറയുകയാണ് റേഡിയോ ലൈബ്രറിയിൽ നിന്നും. കേട്ടോണ്ടിരിക്കൂ ഖത്തർസ് നമ്പർ 1 റേഡിയോ സ്റ്റേഷൻ റേഡിയോ മലയാളം 98.6 FM.